ഹായ്, ഞാൻ അനുപ്രിയ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞങ്ങളുടെ തേർഡ് ഇയറിലെ ക്ലാസ്സസ് എല്ലാം തീർന്നു. This video is about our last posting of third year and a small gathering with all our dear faculties. തേർഡ് ഇയറിലെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ടുള്ള 2 സബ്ജക്റ്റാണ് കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനും. തിയറി ക്ലാസ്സസ്, ക്ലിനിക്കൽ പോസ്റ്റിങ്സ്, സെമിനാർ, റിസർച്ച്, എക്സാംസ്, അങ്ങനെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നുന്നു. But somewhere between all that, we grew, we learned to listen, to observe, to care. Today, as we cut this cake, we celebrate more than just the end of third year. We celebrate survival, growth, and the bond we share. The journey ahead is still long, but this moment is ours. We made it through together. ഞങ്ങൾക്ക് തേർഡ് ഇയർ പോസ്റ്റിങ്സ് തുടങ്ങുന്നത് ഇക്കൊല്ലം ജാനുവരി 20 മുതലാണ്. ആദ്യത്തെ 2 മാസം മൈനർ പോസ്റ്റിങ്സ് ആയിരുന്നു. മൈനർ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ തേർഡ് ഇയറിൽ മെയിൻലി സൈക്യാട്രി, പിന്നെ ഓർത്തോപീഡിക്സ്, ENT, ഒഫ്താൽമോളജി, ഡെർമറ്റോളജി, പിന്നെ അതിൻ്റെ ഇടയിൽ ഫോറൻസിക്, ഓട്ടോപ്സി പോസ്റ്റിങ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് മൊത്തം മേജർ പോസ്റ്റിങ്സ് ആയിരുന്നു. നമ്മളെ ബാച്ച് സ്ട്രെങ്ത് ടോട്ടൽ 250 വരുന്നത്. അപ്പോൾ അതിൽ തന്നെ 50 ഈച്ച് സ്റ്റുഡൻസ് ഉള്ള ABCDE അങ്ങനെ ബാച്ചസ് ആക്കും. ഞാൻ അതിൽ A ബാച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം വന്നിരുന്നത് ജനറൽ മെഡിസിൻ ആയിരുന്നു മേജർ പോസ്റ്റിംഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി മെഡിസിൻ ഉണ്ടായിരുന്നു. പിന്നെ പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ലാസ്റ്റത്തെ ആയിരുന്നു സർജറി പോസ്റ്റിംഗ്. സർജറി പോസ്റ്റിങ്ങിൽ S6 യൂണിറ്റിലായിരുന്നു ഞാൻ. ഇങ്ങനെ S1, S2, S3 അങ്ങനെയാണ് S6 വരെ 6 യൂണിറ്റ്സ് ഉണ്ട്. ഒരു മാസമായിരുന്നു ഓരോ മേജർ പോസ്റ്റിങ്ങും ഈ വർഷം ഉണ്ടായിരുന്നത്. സോ പോസ്റ്റിംഗ് രാവിലെ 8 മണിക്ക് തുടങ്ങും. എന്നിട്ട് വാർഡിൽ പോയിട്ട് കേസ് എടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ വാർഡിൽ പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ രോഗത്തിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എടുക്കും, എക്സാമിനേഷനും ചെയ്യും. എന്നിട്ട് അത് ഫാക്കൽറ്റീൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. സോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, പ്ലസ് ടോപ്പിക്ക് പഠിപ്പിച്ചും തരും. ഇതൊക്കെയാണ് വാർഡ് ഡേയ്സ്. ഒരാഴ്ചയിൽ തന്നെ ഓരോ യൂണിറ്റിനും ഓരോ ദിവസം OP ഡേയ്സ് ഉണ്ടായിരിക്കും. അതായത് S6 യൂണിറ്റിൻ്റെ സാറ്റർഡേ ആണ്. ബാക്കി 2 OT ഡേയ്സ് ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ഡേയ്സ്, മേജർ OT, മൈനർ OT. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വാർഡ് ഡേയ്സും ആയിരിക്കും. ഇത് മാത്രമല്ല, ഡയഗ്രാംസ് വരയ്ക്കാനും, കേസ് റെക്കോർഡ് എഴുതാനും, സെമിനാർ പ്രസൻറ്റ് ചെയ്യാനും, റിസർച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. ഇതിനെല്ലാം മാർക്കും ഉണ്ട്. പോസ്റ്റിംഗ് കഴിയുമ്പോൾ ലാസ്റ്റിൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാവും. എല്ലാ പോസ്റ്റിംഗ് കഴിയുമ്പോഴും ആസ് എ ടോക്കൺ ഓഫ് ലോ നമ്മൾ കേക്ക് മുറിക്കാറുണ്ട് കേട്ടോ.